അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വീട്ടിൽ സമാധാനം ആഗ്രഹിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ 10 രഹസ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യവും സന്തോഷവും എന്ന് പറയുന്നത് ആ വീട്ടിലെ സമാധാനമാണ്. എത്രയൊക്കെ പണവും സൗകര്യങ്ങളും ഉണ്ടായാലും വീട്ടിൽ സമാധാനമില്ലെങ്കിൽ ആ ജീവിതം നരകതുല്യമായി മാറും. ഒരു വീടിനെ സ്വർഗമാക്കാനും അതല്ലെങ്കിൽ നരകമാക്കാനും ആ വീട്ടിലെ സ്ത്രീകൾക്ക് സാധിക്കുമെന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകളാണ്. തങ്ങളുടെ വീട് എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനായി ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് ചില പ്രത്യേക രഹസ്യങ്ങളും ശീലങ്ങളുമുണ്ട്. അവർ പരസ്യമായി പറയാത്ത, എന്നാൽ ജീവിതത്തിൽ കൃത്യമായി പാലിക്കുന്ന ചില കാര്യങ്ങളാണവ. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വീട്ടിലെപ്പോഴും സമാധാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ കാത്തു സൂക്ഷിക്കുന്ന 10 രഹസ്യങ്ങളെക്കുറിച്ചാണ്. കുടുംബജീവിതം കൂടുതൽ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും, അതുപോലെ സ്ത്രീകളെ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഈ വീഡിയോ ഒരുപാട് ഉപകാരമുള്ളതായിരിക്കും. ഒന്നാമത്തെ രഹസ്യം, ഭർത്താവിന് കൃത്യമായ പിന്തുണ നൽകുക എന്നതാണ്. ഭർത്താവ് സാമ്പത്തികമായോ മാനസികമായോ എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ തണലായി നിൽക്കുന്നത് ഈ സ്ത്രീകളായിരിക്കും. കുറ്റപ്പെടുത്തുന്നതിന് പകരം സാരമില്ല, നമുക്കത് ശരിയാക്കാം, ഞാൻ കൂടെയുണ്ട് എന്നിങ്ങനെയുള്ള സമാധാന വാക്കുകൾ അവർ പറയും. ആ ഒറ്റ വാക്കിൽ ഭർത്താവിന് ലഭിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഈ പിന്തുണ തന്നെയാണ് ആ വീടിൻ്റെ സമാധാനത്തിൻ്റെ അടിത്തറ. രണ്ടാമത്തെ കാര്യം, കൃത്യമായ സാമ്പത്തിക ആസൂത്രണമാണ്. ഒരു വീടിൻ്റെ സമാധാനം കളയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. സമാധാനം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഭർത്താവിൻ്റെ വരുമാനത്തിനനുസരിച്ച് മാത്രം ചെലവുകൾ ചുരുക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും. അനാവശ്യമായ ആഡംബരങ്ങൾക്കോ ധൂർത്തുകൾക്കോ ഇവർ നിൽക്കുകയില്ല. ചെറിയ രീതിയിലെങ്കിലും പണം സമ്പാദിച്ചു വെക്കാനും അത്യാവശ്യ ഘട്ടങ്ങളിൽ കുടുംബത്തെ സഹായിക്കാനും ഇവർക്ക് പ്രത്യേകമായൊരു സമ്പാദ്യശീലം കൂടെ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം, 5 വഖ്ത് നിസ്കാരം കൃത്യമായി പാലിക്കുന്നവരായിരിക്കും. ഒരു വീട്ടിൽ യഥാർത്ഥ സമാധാനം വരുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ എത്ര തിരക്കുകളുണ്ടായാലും 5 വഖ്ത് നിസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കും. വീട്ടുജോലികളോ കുട്ടികളുടെ കാര്യങ്ങളോ ഒന്നും അതിനവർക്കൊരു തടസ്സമാവുകയുമില്ല. ഒരു സ്ത്രീ കൃത്യമായി നിസ്കരിക്കുമ്പോൾ ആ വീട്ടിൽ ഒരു ആത്മീയമായ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും. അത് കാണുന്ന കുട്ടികളും ഭർത്താവും നിസ്കരിക്കാൻ പ്രേരിതരാവുകയും ചെയ്യും. നിസ്കാരത്തിലൂടെ ലഭിക്കുന്ന ആ മാനസികമായ സമാധാനമാണ് കുടുംബത്തിലെ പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടാൻ ആ സ്ത്രീകൾക്ക് കരുത്ത് പകരുന്നത്. ഇനി 4ാമത്തെ കാര്യം, സുന്നത്തായ കർമ്മങ്ങൾ ഒഴിവാക്കാത്തവരായിരിക്കും. ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നബിചര്യയായ സുന്നത്തുകളെയും മുറുകെ പിടിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, തഹജ്ജുദ്, ളുഹാ നിസ്കാരം എന്നിവയൊക്കെ ഇവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കും. അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാനും ഇവർ സമയം കണ്ടെത്താറുണ്ട്. ഇത്തരം സുന്നത്തായ കാര്യങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ആ വീട്ടിൽ നിന്ന് പിശാചിൻ്റെ ശല്യം മാറി നിൽക്കുകയും മലക്കുകളുടെ സാന്നിധ്യവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലും ആ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്യും. ഈ ആത്മീയ രഹസ്യമാണ് അവരുടെ വീടിനെ എപ്പോഴും ശാന്തമായി നിലനിർത്തുന്നത്. ഇനി 5ാമത്തെ കാര്യം, പ്രാർത്ഥനയും നല്ല ചിന്തകളുമാണ്. തൻ്റെ വീടും കുടുംബവും എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഈ സ്ത്രീകൾ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വീട്ടിൽ ഒരു സന്തോഷം നിലനിർത്താൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും. എപ്പോഴും മുഖം കറുപ്പിച്ചു നിൽക്കാതെ ചിരിച്ച മുഖത്തോടെ വീട്ടിലുള്ളവരെ സ്വീകരിക്കാനും അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും ഇവർ സമയം കണ്ടെത്തുകയും ചെയ്യും. 6ാമത്തെ കാര്യം, വീട്ടിലെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു എന്നതാണ്. ഭർത്താവിനെ മാത്രമല്ല, ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാ ആളുകളെയും കൃത്യമായി ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഈ സ്ത്രീകൾ ശ്രദ്ധിക്കുകയും ചെയ്യും.
അവരെ മാറ്റി നിർത്താതെ കുടുംബത്തിൻ്റെ ഭാഗമായി കാണുമ്പോൾ വീട്ടിൽ തനിയെ തന്നെ സമാധാനമുണ്ടാവുകയും ചെയ്യും. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലാണ് ഒരു സ്ത്രീയുടെ വിജയമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. 7ാമത്തെ കാര്യം അഹങ്കാരം മാറ്റിവെച്ച് ക്ഷമ ചോദിക്കുന്നു എന്നതാണ്. കുടുംബജീവിതത്തിൽ ഞാൻ എന്ന അഹംഭാവത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് ഇക്കൂട്ടർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. തൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ബോധ്യമായാൽ ഭർത്താവിനോടോ മറ്റുള്ളവരോടോ ക്ഷമിക്കണം എന്ന് പറയാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഒരു ക്ഷമ പറയുന്നതിലൂടെ വലിയൊരു വഴക്കാണ് ഇല്ലാതാകുന്നത് എന്നിവർക്ക് നന്നായി അറിയാം. 8ാമത്തെ കാര്യം കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിടാതിരിക്കുക എന്നതാണ്. ഭർത്താവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് വലിയ വഴക്കാക്കി മാറ്റാൻ ഇവർ സമ്മതിക്കുകയില്ല. മാതാപിതാക്കൾ പരസ്പരം ബഹളം വെക്കുന്നത് കുട്ടികളുടെ മനസ്സമാധാനത്തെയും സ്വഭാവത്തെയും ബാധിക്കുമെന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ടാവും. കുട്ടികളില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ വെച്ചോ വളരെ രഹസ്യമായിട്ടായിരിക്കും ഇവർ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കുന്നത്. 9ാമത്തെ കാര്യം താരതമ്യം ചെയ്യാതിരിക്കുക എന്നതാണ്. മറ്റു കുടുംബങ്ങളെയോ മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരുടെ സമ്പാദ്യത്തെയോ അവരുടെ ജീവിത സൗകര്യങ്ങളെയോ നോക്കി ഇവർ സ്വന്തം ജീവിതത്തെ ഒരിക്കലും താരതമ്യം ചെയ്യുകയില്ല. അപ്പുറത്തെ വീട്ടിലെ ഭർത്താവ് ഭാര്യയ്ക്ക് അത് വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ ഇത് വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയുമില്ല. കയ്യിലുള്ളതിൽ തൃപ്തിപ്പെടാനും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനും ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ടായിരിക്കും. 10ാമത്തെ കാര്യം വീടിനുള്ളിലെ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുക എന്നതാണ്. സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറവുകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒരിക്കലും അയൽക്കാരോടോ കൂട്ടുകാരോടോ എന്തിന് സ്വന്തം കുടുംബക്കാരോട് പോലും ഇവർ ഒരു കാര്യവും വിളിച്ചു പറയാറില്ല. വീടിനുള്ളിലെ രഹസ്യങ്ങൾ പുറത്തു പോകുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ എന്ന് ഇവർക്ക് നന്നായി അറിയാൻ കഴിയും. വീട്ടിലെ കാര്യങ്ങൾ വീടിനുള്ളിൽ തന്നെ തീർക്കുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ അന്തസ്സ് എന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വീട് എന്ന് പറയുന്നത് കേവലം 4 ചുവരുകൾ മാത്രമല്ല, അത് സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു അഭയ കേന്ദ്രമായിരിക്കണം. അവിടെ സമാധാനം നിലനിർത്താൻ സ്ത്രീകൾ കാണിക്കുന്ന ഈ ചെറിയ വലിയ ത്യാഗങ്ങളും രഹസ്യങ്ങളുമാണ് ആ കുടുംബത്തിൻ്റെ വിജയം. തീർച്ചയായും എല്ലാ സ്ത്രീകളും തങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ട മനോഹരമായ ശീലങ്ങളാണ് ഈ 10 കാര്യങ്ങൾ. പുരുഷന്മാർ തങ്ങളുടെ പങ്കാളി വീട്ടിലെ സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിയുകയും അവരെ അഭിനന്ദിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഒരുമയും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.